മിശിഹായിലെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചിട്ടാണ്. ഈശോ ആരെന്നാണ് ഈശോ ചോദിച്ചത്. മറ്റു പലരും പറയുന്നത് എന്താണ്? ജെറമിയ എന്ന് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറഞ്ഞു. രണ്ടാമതായിട്ട് ഈശോ അവസാനമായി ചോദിക്കുക, ഈശോ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് അതിന് മറുപടി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. പത്രോസ് അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉടനെ യേശു പറഞ്ഞ മറുപടിയുണ്ട്, പത്രോസെ നീ അഹങ്കരിക്കൊന്നും വേണ്ട, നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ ചിന്ത കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ അർത്ഥം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല. നമ്മൾ പറയുന്നത് മാംസരക്തങ്ങളല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. എന്താ? വചനം വായിക്കുക. നമ്മൾ ചെയ്യുന്ന പാപത്തിലെ ഒരു 70% പാപം ചെയ്യുന്ന അവയവം ഏതാണെന്നറിയോ? ഏതാ? കണ്ണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടാ. നിങ്ങൾ പറയും രജിതച്ചൻ വന്ന് പറഞ്ഞു, അല്ല, വചനം പറയുന്നതാ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം കുറ്റമറ്റതായിട്ട് പോകും. പ്രത്യേകിച്ച് ഈ ജടിക പാപങ്ങൾ വരുമ്പോൾ നിങ്ങൾ വചനം വായിക്കുകയും നിന്റെ ശരീരത്തെ വിശദീകരിക്കാനായിട്ട്, നിന്റെ ശരീരത്തിലേക്ക് അസ്വസ്ഥത കടന്നു വരുമ്പോൾ വചനം വായിക്കണം. നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ല, അതാ പ്രശ്നം കുറയ്ക്കാൻ. ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ, ഈ ദൈവപുത്രനായ കർത്താവ് വചനം വായിക്കാറുണ്ടാ? ഉണ്ടാ? ഉണ്ട്. യെശയ്യായും ജെറമിയയും മാത്രമല്ല, ഈശോ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. ആ ദൈവപുത്രനായ ഈശോ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യത്ര മടി? ഇനി ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കോ നിങ്ങൾ. അവരുടെയൊക്കെ ബൈബിൾ വായിച്ച് പൊടിഞ്ഞു പിടിക്കണ്ടോ? നമ്മുടെ ബൈബിള് പൊടി പിടിച്ചിട്ടിരിക്കണ്ടോ? എന്നിട്ട് നമ്മൾ വ്യത്യാസം അതാ. ഈശോ കൃത്യമായിട്ട് വായിച്ചിരുന്നു, കൃത്യമായിട്ട് അതിന് തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് ഒരു വിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത ആഴ്ച മുതൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ കൊണ്ടുപോകും. അതുകൊണ്ടും നിങ്ങളുടെ കയ്യും കാലും ഒടിയൊന്നുമില്ല. മാത്രമല്ല ഒത്തിരി അഭിഷേകം നിങ്ങൾക്ക് ബൈബിള് പിടിക്കുമെന്നെ കിട്ടും. വായിച്ചില്ലെങ്കിൽ, കാരണം കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് മാംസത്തിലും മച്ചയിലും കയറി സൗഖ്യം ലഭിക്കുന്നതാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഒത്തിരി സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് വചനത്തിൻ്റെ അഭിഷേകത്താലാണ്. ഒത്തിരി വിശുദ്ധാത്മാക്കളെ മാനസാന്തരപ്പെടുത്തിയതും വചനമാണ്, കർത്താവിൻ്റെ വചനം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉത്തരം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് 10,000 20,000 വർഷം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പം വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധീകരണം നടക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണം നടക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്. ബിഷപ്പ് ഫ്രാൻസിസ് സേവ്യർ, ഞാൻ ഈ സമ്പാളൂർ കൺവെൻഷന് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും അഭിഷേക സ്ഥലമാണ്.
ഈ ഫ്രാൻസിസ് സേവ്യർ അവിടെ താമസിച്ച് ഈ ഫ്രാൻസിസ് സേവ്യറിൻ്റെ കൂടെ എപ്പോഴും ഒരു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാവും. ഒരു ക്രൂശ് രൂപം, ഒരു വിശുദ്ധ ഗ്രന്ഥം, പിന്നെ അവിടെ സഭയുടെ നിയമാവലി, 3 കാര്യങ്ങൾ സഞ്ചി ഉണ്ടാവും വിശുദ്ധ ഫ്രാൻസിയാറിൻ്റെ കൂടെ. ഈശോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വചനഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അത് ഈശോയ്ക്ക് ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് ഈശോ ചൊല്ലിക്കൊണ്ട സങ്കീർത്തന ഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ഏതായിരിക്കും? ക്ലൂ പറയാം. 15, 23, 51, 91. തൊണ്ണൂറ്റി 1. എന്താ കാരണം? ഒന്ന്, കർത്താവിൻ്റെ സംരക്ഷണം. കർത്താവിൻ്റെ സംരക്ഷണം ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനഭാഗങ്ങൾ ഒന്നാന്ന് പറയാൻ കാരണം, മരുഭൂമിയിലെ പ്രലോഭന സമയത്ത് സാത്താൻ പ്രലോഭന സമയത്ത് ചോദിച്ച ഒരു വചനഭാഗമുണ്ട്. നീയെ ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് ചാടിക്കോ? എന്താ പറയുന്നിട്ട്? മാലാഖമാരെ നിന്റെ പാദം കല്ലിമ തട്ടാതിരിക്കാനായിട്ട് അവർ നോക്കിക്കൊള്ളുന്നു. ആ വചനഭാഗം എവിടെയാ? 91, 12. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പോരായ്മയും എൻ്റെ നേട്ടം നോക്കി നടക്കുന്ന ആരാ? ശത്രുവാണോ മിത്രമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോരായ്മയും കുറവുകൾ നോക്കി നടക്കുന്ന ആരാ? ശത്രുവാണോ മിത്രമാണോ? ശത്രു. അപ്പൊ ഈ സാത്താൻ ഇത് നോക്കി നടക്കണം. ഈശോയെ എവിടെ പൂട്ടാൻ വെച്ചിട്ട് ഈശോയ്ക്ക് ഈ വചനഭാഗം കൃത്യമാണെന്ന് അറിയാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. എന്തായിരിക്കും ഈശോ മറുപടി പറയാൻ നോക്കിയിട്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്നു പോയതിനേക്കാൾ ഉപരിയാ ഒപ്പം തന്നെ വചനം പഠിക്കും വേണം. ബൈബിളും കൊണ്ടുകൊണ്ട് പോകുന്നു. ഇവിടെ പറയുന്ന വചനഭാഗങ്ങൾ കൃത്യമായി എടുത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുക. നമ്മുടെ തലമുറയ്ക്ക് കിട്ടാത്തത് തന്നെയാണ്. ഒത്തിരി പ്രേമബന്ധങ്ങളിൽ പെട്ട് ഒത്തിരി പേര് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആദ്യ ചോദ്യമുണ്ട്, കൊന്തൊക്കെ ചെല്ലുന്നുണ്ട്, ഓക്കെ, വചനം വായിക്കാറുണ്ടോ? ഇല്ല. ആ സംഗതിയേ ഇല്ല. ഇനി ദൈവവിളി നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പേര് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യ, വചനം വായിക്കാറുണ്ടോ? ഇല്ല. വചനം വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപകരണമാക്കി അഭിഷേകമാക്കി മാറ്റും. ആ കണ്ണിൻ്റെ വിശദീകരണം വഴിയായിട്ട് ശരീരത്തെ, ബുദ്ധിയെ, അറിവിനെ, ചിന്തയെ ഒക്കെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ വിഷയം അതല്ല, വിഷയം മാറിപ്പോയതാ. അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാം, ഒരു പാനി നോട്ട് പുസ്തകം കൊണ്ടുവരാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രചോദനമാണ് ബൈബിൾ തുറന്ന് വായിക്കാനായിട്ട്. ശരിയായിരിക്കാം, നിങ്ങൾ ഒത്തിരി ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. ആ ബൈബിൾ ചുമന്ന് നിങ്ങളുടെ കൈയൊന്നും ഒടിയില്ല. മറിച്ച് എത്രമാത്രം നിങ്ങൾ ആ ബൈബിളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി അഭിഷേകങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും, നിങ്ങളെ ശക്തിപ്പെടുത്തും. കൊടുത്ത് ധ്യാനം തുടങ്ങുന്ന മുമ്പ് ചിയാരങ്കലിയിലാണ് ധ്യാനമൊക്കെ നടത്തിയിരുന്നത്. ആ സമയത്ത് ചേട്ടൻ എന്നെ കാണാൻ വന്നു. ധ്യാനത്തിലെ ചേട്ടനായിരുന്നു. ഞാൻ ചേട്ടനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊന്ന് കാണിച്ചു തരാൻ കാര്യം, ഒരു സമ്പൂർണ്ണ ബൈബിള് ഈ നെഞ്ചോട് ഇങ്ങനെ നമ്മുടെ ഡാനിയൽസിൻ്റെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു പടം, ഒരു പിക്ചർ എനിക്ക് കാണിച്ചു തരണേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേട്ടൻ ഒരു വചന പ്രഘോഷകനാണെന്ന്. ഞാൻ ചേട്ടനെ ചോദിച്ചു, ചേട്ടൻ വചന പ്രഘോഷകനാണെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിച്ചിരുന്ന കാര്യം ഈ ഒരു വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭാഗമാണ്. ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് ആകെ അങ്കലാപ്പിലായി. ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിന് ബ്ലോക്ക് വന്നു. 80, 40, 50% ബ്ലോക്കായി. ഞാൻ കുഴഞ്ഞു വീണു. എന്നെല്ലാവരും കൂടിയിട്ട്
തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ എൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ അച്ഛാ ഭയങ്കര പേടിയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും മരുന്ന് എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിവൃത്തികേടോണ് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ഞാൻ കഴിച്ചോളാം, തന്നാൽ കഴിച്ചോളാം. ഡോക്ടർ പറഞ്ഞു ഒരു നിലയ്ക്കും സാധിക്കില്ല, ഇത് എൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റണ്ട് ഇടണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് സ്റ്റണ്ട് ഇടണമെന്ന് പറഞ്ഞു. ചേട്ടൻ മനസ്സിലൂടെ ഡോക്ടറെ മരുന്ന് തരാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ 1 മാസത്തേക്ക് മരുന്ന് കൊടുത്ത് 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അന്ന് മുതൽ ഈ ചേട്ടൻ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളൂ. അത്ര വിശ്വാസം, അത്ര പ്രാർത്ഥനയൊന്നുമില്ല. അന്ന് മുതൽ കുർബാനയ്ക്ക് പോയപ്പോൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശോധിച്ച് ശ്രവിക്കാം. എൻ്റെ വചനം ഭാഗം കഴിയുമ്പോൾ വൈദികൻ ഇങ്ങനെ മുഖം പിടിച്ചിട്ട് സമാധാനം നിങ്ങളോട് എന്ന് പറഞ്ഞു. അതുവരെ ചേട്ടൻ പള്ളിയിൽ പോവാറൊക്കെ ഉണ്ട്. അന്നാണ് ഈ സമാധാനം നിങ്ങളോട് വാക്ക് അദ്ദേഹം ശ്രദ്ധിച്ചത്. കാരണം ഇന്ന് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കെങ്കിലേ ഇവിടുത്തെ വൈദികൻ ബൈബിൾ പിടിച്ച് പറയാണ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന്. ആരും പറഞ്ഞു കൊടുത്തില്ലേ, ചേട്ടനൊരു ഉൾപ്രേരണ, ഈ വിശുദ്ധ ഗ്രന്ഥം ആണല്ലോ എനിക്ക് സമാധാനം തരുന്നത്. അന്ന് മുതൽ ചേട്ടൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ കിടന്നുറങ്ങുമ്പോഴും കിട്ടുന്ന സമയങ്ങളൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അന്ന് മുതൽ കുർബാന മുടക്കിയിട്ടില്ല, ചേർത്ത് പിടിക്കാൻ തുടങ്ങി. 1 മാസം മരുന്ന് കഴിച്ച് ഹാർട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കി. ഡോക്ടർ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യനും അത്ഭുതപ്പെട്ടു. ആ 3 വാൽവിൻ്റെ ബ്ലോക്കും തുറന്നിരിക്കുന്നു. ഒന്ന് കരഘോഷമൊഴിക്കാൻ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് അലയടിക്കും. കർത്താവിൻ്റെ വചനം നിങ്ങൾ വേണ്ടി പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളുടെ മരങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുനാമത്തിൽ പോയിട്ട് ആ മരത്തിനോട്, തെങ്ങിനോടോ മാവിനോടോ വചനം പറഞ്ഞു നോക്കിയാൽ അവർ ഫലം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ മൃഗങ്ങളോട് വചനം പറഞ്ഞു നോക്കിയാൽ അവർ കൃത്യമായിട്ട് അനുസരിക്കും. നമ്മൾ മാത്രമേ മാറ്റില്ലാത്തുള്ളൂ. വചനം നമ്മൾ വായിച്ച് അത് ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകങ്ങൾ, അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് അവിടെയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ. നമ്മുടെ ആകുലത മാറും, ടെൻഷൻ മാറും. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 16-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങളിലെ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചിട്ടും ഉത്ഥാനത്തെക്കുറിച്ചിട്ടും 1-ാം പ്രവചനം നടത്തിയപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഈശോ എന്തിനു വേണ്ടി വന്നത് ഈ ലോകത്തിലേക്ക്? മരക്കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ഈ ലോകത്തെ പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൽ രക്ഷിക്കാനാണ് ഈശോ ഇവിടെ കടന്നു വന്നത്. ഇതുപോലെ കുരിശിൽ കടന്ന് മരിച്ച് രക്തം ചിന്താനായിട്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറയാ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഉടനെ ഈശോ പത്രോസ് നോക്കി പറഞ്ഞു, സാത്താനെ ദൂരെ പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷിക. പത്രോസിന്റെ 1-ാമത്തെ വീഴ്ച ദൈവിക ചിന്തകളെ മാനുഷിക ചിന്തയാക്കിയിട്ട് മാറ്റി. ആ വീഴ്ച തുടങ്ങുന്നത് അവിടെയാ. നമ്മുടെ ജീവിതത്തിലെ 3 ചിന്തകളുണ്ട്. ഒന്ന് ദൈവിക ചിന്ത, മാനുഷിക ചിന്ത, 3-ാമത്തെ ചിന്ത ഇവിടെ നിങ്ങൾക്ക് ആർക്കില്ലാത്ത ചിന്ത, പൈശാചിക ചിന്ത. പൈശാചികമായ ചിന്ത. ഈ 3 ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേക്കും കടന്നു വരുന്ന. ഇതിലേതൊന്നും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണം അച്ഛൻ പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
എങ്ങനെയാണ് ഈ 3 ചിന്തകൾ. ഇപ്പോൾ ഇന്ന് ഈ ധ്യാനം കഴിയുമ്പോൾ ബെന്നിച്ചൻ പറയാണ്, നമുക്ക് ഒരു വീട് പണിത് കൊടുക്കണം, ഒരു പാവപ്പെട്ട ഒരു 10 പേർക്ക് വീട് പണിത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ബെന്നിച്ചൻ പറയാണ്, നിങ്ങൾ 10 വീട്ടിൽ പാവപ്പെട്ടവർക്ക് നമുക്ക് വീട് പണിത് കൊടുക്കണമെന്ന്. ഉടനെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ചേട്ടനാ ചേച്ചിയോ ആരെങ്കിലും ആയിക്കോട്ടെ, 10,000 രൂപ കൊടുക്കാമെന്ന് അപ്പം തന്നെ മനസ്സിൽ തീരുമാനിച്ചു. അതെന്ത് ചിന്തയാ? എന്ത് ചിന്തയാ? അതാണ് ദൈവിക ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചു, അവിടെ 10,000 പേരില്ലേ, 10,000 വെച്ചു, ഇപ്പം ഞാൻ തന്നെ കൊടുക്കുന്ന നിർബന്ധമില്ലല്ലോ, 5,000 ആക്കി. എന്ത് ചിന്തയാ? മാനുഷികം. ഞാൻ 3ാമത്തെ ചിന്ത പറഞ്ഞുതരാം. 3ാമത്തെ ചിന്തയാണ് പൈശാചികം. ഇപ്പൊ ബെന്നിച്ചന് ഇപ്പൊ എന്തിൻ്റെ കേടാ? അച്ഛനെ അവിടെ വചനം പറഞ്ഞ് ഇരുന്നാ മതിയില്ലേ? അച്ഛൻ എന്തിനാ ഈ പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ കൊടുക്കാൻ പോണേ? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടാ? ഒന്നും കൊടുക്കൂല, മാത്രമല്ല ഇറങ്ങിയിട്ട് ഒരു 10 പേരെടുത്ത് പറയും, അതേ ആ ബെന്നിച്ച് തലയ്ക്ക് വട്ടാന്നുണ്ട്, ഈ അവിടെ വചനം പറഞ്ഞു ധ്യാനം ഇരുന്നാൽ മതി, ഈ 10 പാവപ്പെട്ടവർക്കൊക്കെ വീട് പണിയാൻ വല്ല ആവശ്യമുണ്ടാ? കൊടുക്കുന്നവരെയും കൂടിയും മുടക്കിയുണ്ടാവും. അതാണ് എന്ത് ചിന്ത? ഇവിടെ നിങ്ങൾക്ക് ഇല്ലാത്ത ചിന്തയാട്ടാ. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ദൈവിക ചിന്ത മാത്രമേ ഉള്ളൂ, പൈശാചിക ചിന്ത. ഈ 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരും. നമ്മൾ ശ്രദ്ധിക്കണം. 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഈ 3 ചിന്തകൾ കടന്നു വരും. നമ്മളെടുക്കേണ്ടത് ദൈവിക ചിന്തയാണ്. ദൈവിക ചിന്ത. അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ പോണ വഴിക്ക് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്ക് 3 തരത്തിൽ ചിന്തിക്കാം. ദൈവികമായി ചിന്തിക്കാം, മാനുഷ്യമായി ചിന്തിക്കാം, പൈശാചികമായി ചിന്തിക്കാം. ദൈവമായി ചിന്തിക്കുമ്പോൾ, കർത്താവേ വേറെ കൂടുതൽ ആപത്തൊന്നും എനിക്കില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ, എന്നാലും എൻ്റെ വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ തവിട് പൊടിയായിട്ടുണ്ട്, സാരമില്ല, കൈക്ക് പരിക്കുണ്ട്, എന്നാലും ഞാൻ ദൈവം എന്നെ പ്രത്യേകം സംരക്ഷിച്ചൊന്നും ഇല്ലല്ലോ, ഞാൻ കുറെ പ്രാർത്ഥിച്ചതല്ലേ. ഓക്കെ, ചെറിയ വിഷമവും നിരാശയൊക്കെ ഉണ്ടാവും കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞ് റെഡിയാവും. അത് മാനുഷ്യ ചിന്ത. 3ാമത്തെ ചിന്ത പൈശാചികം വരുമ്പോൾ എങ്ങനെയെന്നറിയോ? ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഗാകുലത്തെ വന്നു, എന്നിട്ട് കർത്താവ് എനിക്ക് ഈ ആപത്ത് വെച്ചില്ലേ, ഈ ആക്സിഡൻ്റ് ഉണ്ടായില്ലേ, ഇനി ഞാൻ പള്ളിയിൽ പോകണില്ല, കുർബാനയുമില്ല, ബസാരവുമില്ല, വെള്ളിയാഴ്ച ഗാകുലത്തേക്കും പോകണില്ല, നിർത്തി. ആ ചിന്തയാണ് പൈശാചിക ചിന്ത. എനിക്ക് ഏകദേശം പിടുത്തം കിട്ടിയത് മനസ്സിലാവുന്നതാണ്. അപ്പൊ പത്രോസ് ദൈവിക ചിന്തകളെ മാനുഷിക ചിന്തയൊക്കെ മാറ്റി. അവൻ്റെ 1ാമത്തെ വീഴ്ച അവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. 2ാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. പത്രോസ് പറയുകയാണ്, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല. ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല. ഞാൻ എന്ന പ്രശ്നം, ഞാൻ എൻ്റെ, അവിടെ ഒരു സ്വാർത്ഥതയുണ്ട്. പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ കുറമച്ചുമാരോട് ഇരിക്കുന്നുണ്ട്, മോള് 10ാം ക്ലാസ് ഫുൾ A+ കിട്ടി. നിങ്ങൾ എന്ത് പറയും? ദൈവമേ നന്ദി എന്ന് പറയും. ഓക്കെ, എന്താ പറയുക നിങ്ങൾ? അല്ലെങ്കിലും ഇവള് എൻ്റെ മകളല്ലേ എന്ന്. അല്ലെങ്കിലും ഇവള് എൻ്റെ മകളല്ലേ,
അപ്പോൾ ഫുൾ A+ കിട്ടിയില്ലെങ്കിലും അതിശയമൊന്നുമില്ല എന്നുള്ളത്. ഈ പറഞ്ഞ ആൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ +2 ചേർന്ന് മകള് ആകെ ഉഴപ്പി ആകെ കുർത്തക്കേട് കാണിക്കുമ്പോൾ എന്താ പറയാന്നറിയോ? എന്താ പറയുക? അല്ലെങ്കിലും കെട്ടിടം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ മൂക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവണമെന്ന് പറയും. നല്ലത് കിട്ടുമൊക്കെ എൻ്റെ ഞാൻ എന്ന മനോഭാവം മാറ്റിയിട്ട് നമ്മുടെ എന്ന ചിന്താഗതി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ സ്വാർത്ഥപരമായ ചിന്ത മാറിയിട്ട് അഭിഷേക അനുഗ്രഹത്തിൻ്റെ ചിന്തയിലേക്ക് വരാനായിട്ട് സാധിക്കുക. ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല എന്ന് പത്രോസ് അവിടെ പറഞ്ഞു. ഞാനാണ് പ്രശ്നം. അമ്മച്ചിമാർ പറയാറുണ്ട്, അല്ലെങ്കിലും ഇവനെ ഞാനുണ്ടല്ലോ, ഞാൻ 10 മാസം ചുമ നടന്നതാ. അമ്മച്ചിമാർക്ക് അല്ലാണ്ട് അപ്പച്ചന്മാർക്ക് പ്രസവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അതിന് കണക്ക് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ പരാതിയും പരിഭവവും കണക്ക് പറച്ചിലും നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേൽ ജനത്തെ പോലെ ആയിരിക്കും. ഇസ്രായേൽ ജനത്തിന് ഒത്തിരിയേറെ നന്മകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നന്മകൾ ചിന്തിക്കാറില്ല. പാറമടിച്ചിട്ട് അവിടുന്ന് വെള്ളം പുറപ്പെടുവിച്ചു, കാടപക്ഷി കൊടുത്തു, മണ്ണ് കൊടുത്തു. എന്നാൽ ഇസ്രായേൽ ജനം കുറച്ച് ചെറിയ പ്രതിസന്ധി വന്നപ്പോഴേക്കും മോശയ്ക്കെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും അഹ്റോനെതിരായിട്ടും ജോഷയ്ക്കെതിരായിട്ടും പിറുപിറുക്കുക. ഇവിടെ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പിറുപിറുപ്പ് നിർത്തണം, പരാതിയും പരിഭവവും നിർത്തണം. ഇവിടെ പത്രോസിന്റെ 2ാമത്തെ വീഴ്ച, ഞാൻ എന്ന അഹങ്കാരം അവിടെ വന്നുപോയി. 3ാമത്തെ പത്രോസിന്റെ വീഴ്ച മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ 41-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. പ്രലോഭനത്തിലെ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിലെ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈശോ പത്രോസ് പറഞ്ഞ കാര്യമാണ്. കാരണം പ്രലോഭനമുണ്ട്. ഈശോയെ 3 പ്രാവശ്യം തള്ളി പറയുന്ന അറിയാം. അതിന് മുന്നോടിയായിട്ടുള്ള വാണിംഗ് ആണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കണം. പത്രോസിന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാവണമെന്നും ഈ പ്രാർത്ഥനയ്ക്ക് 2 പ്രാർത്ഥനകളുണ്ട്. മാനുഷ്യ പ്രാർത്ഥനയുണ്ട്, ദൈവിക പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നല്ലതാ. ഈശോ ഗത്സമനിൽ പ്രാർത്ഥിച്ചു. എന്തായിരുന്നു പ്രാർത്ഥന എന്നറിയോ? എന്തായിരുന്നു പ്രാർത്ഥന? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോട്ടെ. അതെന്ത് പ്രാർത്ഥനയാ? മാനുഷ്യ പ്രാർത്ഥന. കർത്താവേ, ഞാൻ 9 ആഴ്ച ഗാഗുൽത്തെ വന്ന് പ്രാർത്ഥിച്ചോളാം, എൻ്റെ കൈമത്തെ വേന മാറണം. മാറിയില്ലെങ്കിൽ ഞാൻ ഇനി പള്ളിയും പോവില്ല, ഗാഗുൽത്തേക്ക് വരില്ല. അത് മാനുഷിക പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് ഈ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് ചോദിച്ചാൽ ഈശോയ്ക്ക് മാനുഷിക സ്വഭാവവും ദൈവിക സ്വഭാവവും ഉണ്ട്. 2 സ്വഭാവങ്ങൾ ഈശോയ്ക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥന എല്ലാം മാറിപ്പോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ, കടബാധ്യത മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, എൻ്റെ ശത്രു മാറിപ്പോട്ടെ. മറിച്ച് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിൻ്റെ 2ാമത്തെ പ്രാർത്ഥന എന്താ? ദൈവിക പ്രാർത്ഥന. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ വീട്ടിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ. ഈശോയെ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കാനായിട്ട് എന്നെ നീ ശക്തിപ്പെടുത്തണമേ. മാറിപ്പോട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ, ഈ സംഭവം വഴിയായിട്ട്, ഈ സാമ്പത്തിക കടബാധ വഴിയായിട്ട്, മറ്റൊരു വിമർശനം വഴിയായിട്ട്,
മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ദൈവിക പദ്ധതികൾ നടപ്പിലാക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ അമ്മായിമ്മയുടെ വിമർശനമായിരിക്കും, അമ്മായിമ്മയുടെ കുത്തുവാക്കായിരിക്കാം, മരുമകളുടെ ചവിട്ടായിരിക്കാം, പലർക്കും പലതരത്തിലാണ്, രോഗങ്ങളായിരിക്കാം, രോഗപീഠകളായിരിക്കാം സഹനമായിട്ട് കർത്താവ് അനുവദിക്കുന്നത്. നമ്മളോട് പ്രാർത്ഥിക്കേണ്ടത് ഈ സഹനം വഴിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് അഭിഷേകം ഒഴുകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ അത് നടപ്പിലാവട്ടെ. കർത്താവിനെ പറയുന്നുണ്ട്, നിന്റെ തലമുടി നാരിഴ കൊഴിയുന്നുണ്ടെങ്കിൽ ആരറിയുണ്ട്? ഈശോ അറിയുന്നുണ്ട്. നമ്മളറിയുന്നില്ല. നമ്മൾ കുളിക്കുമ്പോൾ എത്ര തലമുടി കൊഴിഞ്ഞു പോകുന്നു നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഈശോ അറിയുന്നുണ്ട്. ഈശോ അറിയുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് അറിയാം ഇതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ടെന്നുള്ളത്. ജോബ് പ്രാർത്ഥിച്ചതുപോലെ സഹനങ്ങൾ വന്നപ്പോൾ, വേദന വന്നപ്പോൾ ജോബ് പ്രാർത്ഥിച്ചു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മാറട്ടെ. നമ്മൾ ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും നമ്മൾ പറയേണ്ടത്, കർത്താവേ ഈ വെള്ളിയാഴ്ച ഓർത്ത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസങ്ങൾ സഹനങ്ങൾ വേദനകൾ വരുമ്പോൾ നമ്മൾ പറയേണ്ടതും അത് തന്നെയാണ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അൽഫോൺസമ്മ രോഗം വന്നപ്പോൾ അൽഫോൺസമ്മ പ്രാർത്ഥിച്ചത്, കർത്താവേ നിന്റെ സഹനത്തോട്, നിന്റെ പീഡാനുഭവത്തോട് ചേർത്തിരിക്കുവാനായിട്ട് എൻ്റെ ഈ സഹനത്തെ മൂർച്ഛിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. ഓരോ സഹനങ്ങൾക്കും ദൈവത്തിൻ്റെ പിന്നിലെ ഒരു ദൈവിക പദ്ധതിയുണ്ട്, ദൈവമഹത്വമുണ്ട്. അത് മനസ്സിലാക്കിയാലാണ് നമ്മൾ ഈ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് വിശുദ്ധീകരണം നടക്കാനായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കുള്ളൂ. അല്ലെങ്കിൽ പരാതിയും നിരാശയും വ്യാകുലതയും ആകുലതകളും ഒക്കെ ആയിട്ട് അവസാനം നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും, മാനസിക സംഘർഷത്തിലേക്ക് പോകും. ഒരു സ്വർഗീയ ആനന്ദം, സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. വർഷങ്ങളായിട്ട് ചിരിക്കാത്തവരുണ്ടാവും. എല്ലാത്തിനും കൂടി ചിന്തിച്ചിട്ടേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട്, അഭിഷേകത്തിൽ നയിക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുക. നാലാമതായിട്ട് പത്രോസിൻ്റെ വീഴ്ച. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. അതിലെ പത്രോസ് വാളെടുത്തിട്ട് ആ ഗെത്സമേൻ തോട്ടത്തിലേക്ക് പടയാളികൾ ഈശോനെ പിടിക്കാൻ വരുമ്പോൾ അവിടുന്ന് വാളെടുത്തിട്ട് പത്രോസ് ഒരു സേവകൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞു. 3 വർഷം കൂടെ നടന്നിട്ട് സ്നേഹത്തിൻ്റെ പ്രമാണം പഠിപ്പിച്ചിട്ട്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് ചെയ്തത് വാളെടുത്തിട്ട് ചെവി ഛേദിച്ച് കളയുക ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പത്രോസ് വാളെടുത്ത് വെട്ടിയെങ്കിൽ നമ്മളിന്ന് നാവുകൊണ്ട് പലരുടെയും തലയെ വെട്ടിക്കളയണം. തല. ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനുണ്ട്, നിങ്ങൾ പറയുന്ന വ്യർത്ഥമായ വാക്കിനെ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളൊരാളെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാലേ, അതിന് മുറിവായി കിടന്നാലേ നമ്മളെ കൊണ്ട് സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഈശോയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈശോ ചെവി ഛേദിച്ചു കളഞ്ഞപ്പോൾ പത്രോസ് ചെവി ഛേദിച്ചു കളഞ്ഞപ്പോൾ ആ ഛേദിച്ച ചെവി സൗഖ്യപ്പെടുത്താനായിട്ട് സാധിച്ചത് ഈശോയ്ക്കാണ്. ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അനുഭവം പറയാം. ഞാൻ 2013 കുന്നംകുളത്ത് എത്തിയിട്ടുള്ളത്. 2014 ഞാൻ പാലക്കാട് CM സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ സുപ്പീരിയർ അച്ഛൻ ഒരു കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഇഷ്ടമായില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി.
അവിടുന്ന് ബസ് കയറി കഴിഞ്ഞിട്ട് ചൂണ്ടിലെത്തിയപ്പോൾ ഒരു മുഴുകുടിയൻ ബസ്സിൽ കയറി. ഞാൻ ഉടുപ്പിട്ടിട്ട് തന്നെയാണ്. ഒരു മുഴുകുടിയൻ ബസ്സിൽ കയറി. അന്നാണ് ഞാൻ ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എന്തഭിഷേകം എന്നറിയോ? തെറിയഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വചനാഭിഷേകം, പിന്നെ ഒരുപാട് അഭിഷേകങ്ങൾ കേട്ടിട്ടുണ്ട്. തെറിയഭിഷേകം എന്നൊരു അഭിഷേകം കൂടിയുണ്ട്. ഈ കൂടി എന്നെ പറയാത്ത തെറിയൊന്നുമില്ല. അപ്പം ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പം എൻ്റെ പിന്നാലെ നടന്ന് വീണ്ടും പച്ചത്തെറി വിളിക്കണേ. എൻ്റെ വിഷമം എന്ന് ചോദിച്ചാൽ ഒരാൾ, ഞാൻ ഉടുപ്പിലാണ്, ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. ഒരവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. സാധാരണ അച്ഛനല്ലേ, ആരെങ്കിലും, ഒരാളും ഇല്ല. ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഒരു ഗതികേട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോന്നേ? നീ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോന്നത്? കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളത്തും കിട്ടുന്ന പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോന്നെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞോളാം തിരിച്ചു ചെല്ലുമ്പോൾ. അങ്ങനെ മനസ്സിലെ പറഞ്ഞുള്ളോ ഞാൻ ചെന്നിട്ട് മാപ്പ് പറഞ്ഞോളാം എന്നുള്ളത്. അപ്പോഴേക്കും ബസ് കൈപ്പറമ്പത്താറായിട്ടുണ്ട്. ഇത് പറഞ്ഞ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുള്ളോ ഉടനെ ബാക്ക് സീറ്റിൽ 2 ചേട്ടന്മാർ ചാടി എഴുന്നേറ്റു. ഈ മദ്യപിച്ച് വന്ന ചേട്ടനോട് പറഞ്ഞു, ഇനി ഒരു അക്ഷരം മിണ്ടിയാലേ അടിച്ച് തന്നെ ഷെയ്പ്പ് പറ്റുമെന്ന് പറഞ്ഞു. അമലേക്ക് ടിക്കറ്റ് എടുത്ത ആള് മുണ്ടൂരെത്തപ്പോൾ ഇറങ്ങിപ്പോയി. അവിടെ ഞാൻ ചോദിച്ചത്, ഈ 2 ചേട്ടന്മാര് മുമ്പും ഈ ബസ്സിലുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്താ അവരും മിണ്ടാണ്ടിരുന്നേ? ചില കാര്യങ്ങൾ അങ്ങനെയാ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാ. എന്നെ വിശദീകരിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നതാ. നിങ്ങളെക്കുറിച്ചൊരു ഒരാള് വിമർശനം പറയുമ്പോൾ, ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക വേണ്ട, നിങ്ങൾ സങ്കടപ്പെടല്ല വേണ്ടത്. കാരണം ദൈവം നിനക്കൊരു കൃപ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ടെസ്റ്റാണത്. ടെസ്റ്റ്. നേരെ മറിച്ച് നിങ്ങളെ കുറിച്ചിട്ട് ഒരാൾ നല്ലത് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്ക് ബാക്കിയോടെ ഒരു സഹനം ഉറപ്പാണ്. ബൈബിളിൽ തന്നെ ഉദാഹരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉദാഹരണം ബൈബിളുണ്ട്. ജോബിനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു. ജോബിന് പണി കിട്ടി. ജോബിനെ കുറിച്ചിട്ട് പിശാച് പിന്നെ അവൻ്റെ സമ്പത്തിന് കൈവച്ചു, ആരോഗ്യത്തെ കൈവച്ചു, എല്ലാ സുഹൃത്തുക്കളെ മാറ്റി, ഭാര്യയെ വരെ എതിരാക്കി. പക്ഷെ ജോബ് തളർന്നില്ല. ജോബിന് നിരാശ വന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നം വന്നാലും ദൈവം അവരെ കൈപിടിച്ചുയർത്തും. ഒരു പ്രോസസ്സാണ്, സമയമെടുക്കും. അച്ഛാ, ഞാൻ 2 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു, ഒന്നും ശരിയായില്ല, പിന്നെ വരാണ്ടിരുന്നു. അത് വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയത തലല്ല. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക വേണ്ടത്, പ്രാർത്ഥന നിർത്തല്ല വേണ്ടത്. അപ്പം അതിനായിട്ട് ഈ പത്രോസിൻ്റെ 4-5 വീഴ്ച നമ്മൾ കണ്ടു. ആ വീഴ്ചയിലൊക്കെ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളാണ്. പത്രോസിൻ്റെ വീഴ്ച എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളാണ്. പത്രോസ് ഒരു പ്രതിദാനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമ്മൾ തിരുത്തി പുതിയ അഭിഷേകത്തിൽ അവിശ്വാസം പ്രഖ്യാപിച്ച പോലെ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആണ് നിനക്കിത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള അഭിഷേകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒത്തിരി പേര് അഭിഷേകത്തിൽ ജീവിച്ചവരാ,
ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ഒത്തിരി ആത്മീയമായിട്ട് തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മരവിപ്പ് സംഭവിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ധ്യാന സെൻറ്ററിൽ മാത്രമല്ല, ഇടവ പള്ളിയിലൊക്കെ മൊത്തത്തിൽ ഒരു മന്ദത, ഒരു ആത്മീയ മരവിപ്പ് വന്നുകൂടിയിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ വീഴ്ച എന്ന് ഞാൻ പറയുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾ ഇല്ല, ശൂന്യമായി പോയിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനകൾക്ക് ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് തടസ്സം വന്നിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം മൊബൈലാണ്. മക്കളെ വിളിച്ച് മോനെ മോളെ പഠിക്കാൻ പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ വഴിക്ക്, ഭാര്യയുടെ വഴിക്ക്, ഒക്കെ മൊബൈലിലാണ്. ഇതിങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുക. ജനിച്ച് വീഴുന്ന കൊച്ചു വരെ ഇപ്പോൾ മൊബൈലിലുമേ. അങ്ങനെ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ കൂട്ടായ്മ, ആ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന സമയത്ത് ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ പോകുന്ന വഴിക്ക് എനിക്കൊരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ കഴിഞ്ഞ സമയം പോയിക്കൊണ്ടിരിക്കുക, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ അഭിഷേകം നിങ്ങൾക്ക് കിട്ടും, തീർച്ച. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2016 17 ആയിട്ട് കുന്നുകുളത്ത് ഞങ്ങളുടെ പ്രിയോർശനും ഞങ്ങൾ 3-5 പേര് മുന്നോട്ട്, പ്രിയോർശൻ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ITCയുടെ ഭാഗത്തു നിന്ന്, ആ സൈഡിൽ നിന്ന് ഒരു പേപ്പട്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പട്ടി വരുന്നുണ്ട്. പേപ്പട്ടി നമ്മൾ ശ്രദ്ധിക്കണമൊന്നുമില്ല. ഞങ്ങൾ 4 പേരുണ്ട്. ഞാനും ഉണ്ട്, അവിടുത്തെ മുമ്പുള്ള പ്രിൻസിപ്പാൾ അച്ഛനുണ്ട്, പിന്നെ ഞങ്ങളുടെ ദേവമാതിൽ വന്ന കൗൺസിലർമാർ 2 പേരുണ്ട്. 5 പേര് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ വന്ന പേപ്പട്ടി ഞങ്ങൾ ഭയങ്കര ഫോഴ്സിലാണ് വന്നത്. ശരിക്ക് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോണതാണ്, ഈ ഭാഗത്തുനിന്ന് വരുന്നത്. കേട്ടാ വന്ന പേപ്പട്ടി പതക്കെ ഒന്ന് സ്ലോവായി. എത്ര പേപ്പട്ടിയാണെങ്കിലും ഈ 5 പേരുണ്ടെങ്കിൽ അവൻ സെൻസ് ചെയ്യും. ഏറ്റവും സെൻസേഷനുള്ള മൃഗം പട്ടിയാണ്. ഞങ്ങൾ കടിച്ചില്ല. ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് അത്ര ദൂരം, ആ ബാക്കിലേക്ക് എത്ര ദൂരം എത്തിയിട്ടുള്ളൂ, പുറകിൽ ഞങ്ങളുടെ പ്രിയോരച്ചൻ നടന്നു വരുന്നായിരുന്നു. ഈ പേപ്പട്ടി ഓടി വന്നിട്ട് പ്രിയോച്ചനെ കടിച്ചു. പ്രിയോച്ചൻ ഒറ്റയ്ക്കായിരുന്നു. എന്തേ പേപ്പട്ടി ഞങ്ങളെ കടിക്കാണ്ടെന്നേ? എന്താ കാരണം? കൂട്ടായ്മ. കർത്താവ് വചനം പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. മൃഗങ്ങൾക്ക് വരാറിയാം. നീ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത നിനക്ക് വന്നു കഴിഞ്ഞാലേ, നീ ഒറ്റപ്പെട്ടു, ഈ ലോകത്തിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ചിന്ത വന്നാൽ നീ ഉറപ്പിച്ചോ, സാത്താൻ എന്നെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മൾ ഒറ്റയ്ക്കല്ല. ഒത്തിരി വിശുദ്ധാത്മാക്കളുണ്ട്, കാവൽ മാലാഖമാരുണ്ട്, കർത്താവുണ്ട്, മാതാവുണ്ട്. എത്ര പേരാന്നറിയും നമുക്ക്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. അച്ഛന് അപേക്ഷയുണ്ട്, നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് മുടങ്ങാതെ വരണം. ഒത്തിരി പേര് കൊണ്ടുവരും വേണം. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് 18 വയസ്സായിട്ടുണ്ട്. അവൻ്റെ പരാതി ഇതാ, എൻ്റെ അമ്മ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകണു, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേന്ന്. എനിക്കൊരു കുത്താണേ. ശരിയല്ല. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ ചോദിക്കുന്നുണ്ടാവും, എന്തിനാ നിങ്ങൾ കെട്ടിയെടുത്തിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനകേന്ദ്രത്തിന് പോണേ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ എന്നുള്ളത് അല്ലേ? അതെ, എനിക്കുള്ള കൊത്തുകൂടിയാണ് ഇവൻ വന്ന് ചോദിച്ചതിൻ്റെ അടുത്ത്. ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്. IT ഫീൽഡിൽ എനിക്ക് വേണേൽ ഒരു 1 ലക്ഷം സാലറി വാങ്ങുന്നുണ്ട്, 1 ലക്ഷം മേലെ വാങ്ങുന്നുണ്ട്.
ഭയങ്കര M.Tech കഴിഞ്ഞവനാ. ഞാൻ പറഞ്ഞു ആ മോവിടെ ഇരിക്കി, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അവിടെ ഇരുത്തി കസേരയിലവനെ. ഞാൻ ചോദിച്ചു, നീ സിനിമ കാണാൻ പോകാറുണ്ടാവും? പിന്നെ അച്ഛാ മൊബൈൽ സിനിമ കാണുന്നുണ്ട് ഇല്ലേ? മൊബൈൽ സിനിമ കാണുന്നുണ്ട്, TV-യിലും സിനിമ കാണുന്നുണ്ട് ഇല്ലേ? തിയേറ്ററിൽ പോയിട്ടും നമ്മളെ ശോഭാ സീറ്റിലാണെങ്കിൽ അടിപൊളി, അവിടെയും പോയിട്ട് സിനിമ കാണുന്നുണ്ട്. മൂന്ന് തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ വ്യത്യാസം? 3 സിനിമയല്ലേ, അതിൽ ഭാഗത്തിന് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ആ എഫക്റ്റ് വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ മൊബൈലിൽ കാണുന്നതും ഈ LCD പ്രോജക്റ്റിൽ കാണുന്നതും തിയേറ്ററിൽ പോയി കാണുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ഈ ധ്യാന സെന്ററിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇത് അഭിഷേകത്തിന്റെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയോട് ചേർന്നിരിക്കുമ്പോൾ സാത്താനെ പേടിയുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം വരാണ്ടിരിക്കാനായിട്ട് സാത്താൻ പ്രലോഭനം തരും. ആ സമയത്തായിരിക്കും ഛർദി, തലവേന, കാലുവേന ഒക്കെ. ഒരു ദിവസം നിങ്ങൾ മുടങ്ങിയിരുന്നാൽ മതി, പിന്നെ നിങ്ങൾ പിടിച്ചു, പിന്നെ വരാൻ പറ്റില്ല. ഇതൊരു കൂട്ടായ്മയാ. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ തൊടാനായിട്ട് പറ്റില്ല. നിങ്ങൾ വിചാരിക്കുമോ എന്തുട്ട് വന്നിട്ട് പ്രത്യേകതയുണ്ട് മക്കളെ, പ്രത്യേകതയുണ്ട്. ആ കൂട്ടായ്മയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു അഭിഷേകത്തിൻ്റെ ഒരു അലയാടിയുണ്ട്, അത് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ശതമാനാംശം നമ്മളിലേക്കും വ്യാപരിക്കും. അപ്പോൾ തകർക്കാനായിട്ട് സാധനം പരിശ്രമിക്കുകയും ചെയ്യും, ഈ കൂട്ടായ്മ തകർക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും വെള്ളിയാഴ്ച ദിവസം വന്ന് പ്രാർത്ഥിക്കണം, പറ്റാവുന്നവരെ കൊണ്ടുപോവുകയും ചെയ്യണം. നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടും. സുവിശേഷ പ്രഘോഷണം കൂടിയാ, സുവിശേഷ വേലയുടെ ഭാഗം കൂടിയാ. അതിനായിട്ട് ഞാൻ നീർപ്പിക്കുന്നില്ല. 1 മണിയാവാറായി. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.